നമ്മൾ ബോട്ടിന് ഏറ്റവും മുന്നിലാണ് ഇപ്പൊ ഉള്ളത്. ഇറങ്ങാം അല്ലേ? ഇറങ്ങാം. നോക്കിയാ ആ തുഞ്ചത്ത് പോയിട്ട് വാ മതി. വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പൊ നമ്മള് നോർത്ത് ഗോവയിൽ നിന്ന് സൗത്ത് ഗോവയിലേക്ക് പോകാൻ പോവാണ് അല്ലേ ഹിബ? അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ എന്താ മാറ്റി നമ്മളെ ബൈക്ക് മാറ്റി ആക്റ്റീവ് മാറ്റിട്ട് സാധനം അങ്ങോട്ട് മാറ്റി ഗൈസ്. നോക്ക്, എനിക്ക് ഫസീന ഇഷ്ടമായോണ്ട് ഞാൻ ഫസീന ഗൈസ്. ഹിബക്ക് ഫസീന ഉള്ള ഇഷ്ടം കൂടെ ഞാൻ പറഞ്ഞാ ഓക്കെ എന്റെ വണ്ടി തന്നെ എടുക്കാം, ഫസീന എടുക്കാന്ന് പറഞ്ഞിട്ട് ഫസീന എടുത്ത്. ഇതെങ്ങനെയുണ്ട് വണ്ടി? പൊളിയല്ലേ ഗൈസ്? 84 കിലോമീറ്റർ ഉണ്ട് നോർത്ത് നിന്ന് സൗത്തിലേക്ക്. അപ്പൊ നമ്മളിപ്പോ നേരെ പോകാൻ പോണേ പാലോളം ബീച്ച് അല്ലേ? ബീച്ചിൽ പോയിട്ട് കലക്കും അല്ലേ? പിന്നെ അല്ല, നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഹോട്ടലില് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ നൈസ് ഫുഡ് അല്ലേ? പൂരി ബാജി കറി. അതെ ഗൈസ് നമ്മൾ പോവാണ്. ഗൈസ് അപ്പൊ ഞാൻ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ വാട്സപ്പിൽ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ അവർ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണിത്. ഈ ആപ്പിന്റെ പേരാണ് ബോബിൾ കീബോർഡ്. ഗൈസ് ഈ ആപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണം. ബിക്കോസ് ഇതിൽ അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ പല സംഭവങ്ങളും നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഒക്കെ ഇതിൽ കാണാം. കണ്ടോ, എന്റെ സ്റ്റിക്കർ ഇതിലുണ്ട്. അപ്പൊ എന്റെ സ്റ്റിക്കർ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതിൽ ക്യാമറ ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏജും സെലക്ട് ചെയ്യുക ആവശ്യമുള്ളത്. അപ്പോൾ മെയിലാണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏജ് എത്രയാണോ വേണ്ടത് അതും സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ആപ്പിലുള്ള AI തന്നെ നമ്മൾ ഈ ഫോട്ടോ ഒരു സ്റ്റിക്കറാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഈ ആപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഇതിൽ ടെക്സ്റ്റും നമുക്ക് സ്റ്റിക്കറാക്കി മാറ്റാം. അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് ഹിബ ഫസീന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലുള്ള കീബോർഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റ് ആയി ഓപ്പൺ ആവും. നിങ്ങൾ ഈ കീബോർഡ് എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റിക്കേഴ്സും സ്മൈലീസും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോർമൽ കീബോർഡ് യൂസ് ചെയ്യുന്നത് നോർമൽ ഇമോജിയാണ് കിട്ടുക. പക്ഷേ ഈ കീബോർഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആനിമേറ്റഡ് ഇമോജീസ് ആണ് കിട്ടുക. മാത്രമല്ല ഇതിൽ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഫോൺസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫോണൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് വാട്സപ്പിലൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് ചെക്ക് ചെയ്യാം. മാത്രമല്ല പ്ലേ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. ഗൈസ് ഇവിടാണ് കസീനോ ഉള്ളത്. ഇത് നോക്ക് ഗൈസ്, വെൽപ്പം എന്തത് കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത്. നമ്മളെ പ്രധാനമന്ത്രി മോദിജി ഇത്രയും ദൂരം ഫണ്ട് ഇവിടെ ഇറക്കും. താങ്ക് യു മോദിജി. ഈ കുറച്ച് ഇനി കേരളത്തിൽ ഇറങ്ങണം. തെങ്ങുള്ള ഫിലിമിലൊക്കെയുള്ള സ്ഥലം ഗൈസ്. ഈ ഫിലിമിൽ കണ്ടിട്ടില്ലേ തെങ്ങ് ഫുള്ള് രണ്ട് സൈഡിലും തെങ്ങുള്ള ഗോവ? അതാണിത് അല്ലേ? ഇപ്പൊ ഇതന്നെയാണോ അത്? അതാണ് കാണിച്ചു നോക്ക്. ഇതന്നെയാണോ അത്? നിങ്ങളൊന്ന് പറയും. ഇതന്നെയാണോ അത്? ഗൈസ് ഇവിടാണ് FC ഗോവന്റെ കളി എടുക്കുന്ന സ്റ്റേഡിയം. ആ 1 കിലോമീറ്റർ പനാജി. ഇത് ഇവിടെ നമ്മള് ഈ ഗോവന്റെ സിറ്റിയാണ് ഗൈസ്, പനാജി. അവിടെ എവിടെയാണ് ഇപ്പൊ നമ്മള്? പനാജി ഗോവന്റെ തലസ്ഥാനം. അവിടെ എവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത്? ഗൈസ് ഗോവയിലെ പോലീസ് കണ്ടോ, വെള്ള കുപ്പായ ഇട്ടത്. വെള്ള കുപ്പായ വെള്ള കളർ പോലീസ്. ഗൈസ് അങ്ങനെ നീണ്ട വെയിൽ കണ്ട യാത്രകൾക്ക് ശേഷം നമ്മൾ എന്ത് കുടിക്കാൻ വേണ്ടി കയറാ ഹിബ? കുറേ നേരത്തിന് ശേഷമാണ് ഈ ഒരു ജ്യൂസ് വീഡിയോ കണ്ടത്. അപ്പൊ ഇവിടെ നൈസായിട്ട് ഒരു ജ്യൂസ് അങ്ങോട്ട് കുടിച്ചാലോ ഹിബ? ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജ്യൂസ് ഇതുവരെ എത്തിച്ചില്ല. കുറെ ടൈം എടുക്കും തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് കണ്ടിട്ട് പൈനാപ്പിൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വളർത്തി വലുതാക്കിയിട്ട് ജ്യൂസ് ആക്കുന്നതെന്നാണ് തോന്നുന്നത്. കുറേ നേരമായി കൈ ശരിക്കാൻ വേണ്ടിയിട്ട്. ഇവനെന്താ വികാരം മനസ്സിലാവാത്ത ഇവ? എടാ വാടാ വാടാ ഇങ്ങോട്ട് വാടോ. എൻ്റെ മോനെ ഇപ്പോഴും നമ്മളെ സാധനം എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ പൊന്നെ. ഇംഗ്ലീഷുകാരാണ് ഗൈസ്. അങ്ങനെ നമ്മള് ഇവിടെ എത്തി. യെസ് बोटिंग थोड़ा समय का बात है. अभी करना है तो मैं बाद में बंद हो जाएगा इसलिए बोला मैं. ठीक है अभी इसलिए और कुछ काम था. किधर जाना है? आइलैंड के लिए, बटरफ्लाई आइलैंड, हनीमून आइलैंड, मंकी आइलैंड.
अभी क्या है, अभी एक्चुअली बंद था, लेकिन अभी हम लोगों ने आधा घंटा दिया है बोटिंग चालू करने के लिए, जितना जा सकता है उतना जाने का। उसके मैं इधर 3-4 दिन इधर है। नो प्रॉब्लम। ओके, आपको चाहे तो शेयरिंग में भी लेके जाता है, मेरे पास कोई शेयरिंग में भी है, एक कपल है अभी जाने के लिए शेयरिंग में। क्या शेयरिंग में? आई हैव वन मोर कपल दे गोइंग फॉर Now द we are tired. ओके ഓക്കെ ओके ഓക്കെ. Guys, ഇവിടെ ഫുൾ ആൾക്കാർ വന്ന് ചോദിച്ചു വരികയാണ് നമ്മളോട് പോവാണോ, ബോട്ട് റൈഡിന് ഉണ്ടോ, കപ്പിളുണ്ട്. ഇവിടെ മനുഷ്യന് ഇതൊക്കെ ഒന്ന് വെക്കണ്ടേ. ഹൈ ഗൈസ് ആദ്യം റൂം എടുത്തിട്ട് വേണം പോവാന്. സംഭവം സെറ്റ് ആട്ടോ, കൊള്ളാം, പൊളി സാധനം. ഗൈസ് ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ? അതെ, ഗുഡ് ആഫ്റ്റർനൂൺ അല്ല ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മള് പാലോളിം ബീച്ചിലെത്തി അല്ല ഹിബ? Yeah, we are staying in this ഹിബ നൈസായിട്ട് ഇന്റെ ടീഷർട്ട് എടുത്ത് അങ്ങോട്ട് ഇട്ടേ. Yeah, I'm look like Janilia, right? അശ്ശോ, ജനീലിയല്ല, കൊലയിലിയ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആയി മാറ്റി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ഫുള്ള് നമുക്ക് ഇതുപോലത്തെ സ്റ്റേസ് ആണ് കിട്ടുക. ഗൈസ് ഇതാണ് നമ്മളെ റൂം. കാണിച്ചതല്ലേ, റൂം കാണിച്ചതരാം. ഇത് ഫുൾ ബീച്ച് വ്യൂ ഉള്ള ഒരു സെറ്റപ്പ് ആണ്, അടിപൊളിയാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ നമ്മളെ റൂമിലേക്ക് പോകാം അല്ലേ? ഫസ്റ്റ് ഇന്റെ ലുക്സ് ഒന്ന് ഞാൻ കഷ്ടപ്പെട്ട് മാറ്റിയത്. ഫസ്റ്റ് ഗോവൻ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലുക്ക് അല്ലേ? ഇങ്ങോട്ട് നിന്ന് കൊടുക്കാം, അവിടെ വെയിലുള്ള, അല്ലെങ്കിൽ ഞാൻ കറുത്ത കളർ കാണൂല അവിടെ. അതിനോണ്ടാ. എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഒരു ഗോവൻ ലുക്ക് വന്നില്ലേ? ബാക്കിലേക്ക് നിൽക്കുന്നല്ലേ എനിക്ക് ഇതിങ്ങനെ മുന്നിലോട്ടേക്ക് വരാം. അപ്പൊ ഇതാണ് റൂം. നമുക്ക് ഇവിടെ കാണാൻ വലിയ ഒന്നുമില്ല, ഒരു സാധാ റൂമാണ്. AC ഉണ്ട്, വേറെ ഒന്നുമില്ല അല്ലേ ഹിബ? പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഗൈസ് നോക്ക ആംബിയൻസ്. അവിടെ ഇവിടെ സൺസെറ്റ് ഗൈസ്, കിഡിലും സൺസെറ്റ് ആട്ടോ അവിടെ. സണ്ണ് സെറ്റ് ആവാൻ വേണ്ടി കാത്തുക്കാണ്. ഒന്ന് സെറ്റ് ആയില്ലെങ്കിൽ ഒരു സൗത്ത് ഗോവൻ പട്ടി. ഗൈസ് പൊളിയാട്ടോ അവിടെ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നൈസായിട്ട് ഇങ്ങനെ നോക്കിയോ, അവിടെ നല്ല സൺസെറ്റ് കാര്യങ്ങള് എല്ലാം കൂടെ നൈസാ. ആ സൺസെറ്റ് നോക്കിയോ ഗൈസ്, സൺസെറ്റാ അല്ലേ? ഇതെന്താ മലേ? അമ്മേ, ഇടുക്കിയൊക്കെ ഓർമ്മ വന്നു. ഇടുക്കിയൊക്കെ ഓർമ്മ വന്നു. ഇടുക്കി അതെന്താ ഇടുക്കിയിൽ എന്താ ഇവിടെ? ഇടുക്കിയിൽ ഫുൾ മല അല്ലേ? ഇടുക്കിയിൽ ബീച്ച് കൂടി ഇല്ല, ബ്ലാഡി ഫുൾ. സൺകിസ്റ്റ് ആയില്ലേ ഞാനിപ്പോ? സൺകിസ്റ്റ് എല്ലാവരും ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കൂലേ? എനിക്ക് എടുത്തന്നാ. എന്നാ പിടിച്ചെന്നോ. ഗൈസ് അപ്പൊ നമ്മളിന്ന് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോകാൻ പോവാണ്. ഇന്നലെ സൺസെറ്റ് ഒക്കെ കണ്ട് സെറ്റ് ആയില്ലേ ഹിബ? സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ സെറ്റായി ഉറങ്ങിപ്പോയി. അതെ ഗൈസ്, സൺസെറ്റ് ഒക്കെ കണ്ട് ഇന്നലെ രാത്രി കുറെ നേരം ബീച്ചിലൊക്കെ ഇരുന്ന് ഇന്നിപ്പോ നമ്മള് ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ് പോകാൻ പോണത്. അതിന് മുന്നേ ഐലൻഡ് ആണ് ഗൈസ്, ഐലൻഡ് അല്ലേ? ഐലൻഡ് ഒന്നും അല്ല, ഒരു സാധാ ഒരു വേറെ ലെവൽ സാധന. ഓക്കെ, അപ്പൊ അതിനിപ്പോ എന്താ എനിക്ക് എന്താ എന്റെ പ്രശ്നം എന്താ? എനിക്ക് അവിടെ പോകുമ്പോ കൂളിംഗ് ഗ്ലാസ് കാണാം, അല്ലെങ്കിൽ എന്റെ കണ്ണൊക്കെ മഞ്ഞടിച്ചു. കഞ്ഞൊക്കെ ഓളെ കണ്ണൊക്കെ കഞ്ഞല്ല കേട്ടോ, ഓളെ കണ്ണൊക്കെ ചീഞ്ഞ് പഴുത്തിരിക്കാന്ന് പറഞ്ഞ. അതിനെക്കൊണ്ട് ഇനിയിപ്പോ അതിനൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി കൊടുക്കാം. എന്തൊരു കഷ്ടപ്പാടാ അവളെ. പൊളി തന്നെ, ഒരു ഗൈസ്. അപ്പൊ ഹിബക്ക് ഇനിയിപ്പോ റെയ്ഹാന്റെ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞല്ലേ? റെയ്ബാൻ അല്ലേ? ഓക്കെ, എന്നാ അതിന്റെ ഗ്ലാസ് വാങ്ങാം. എന്നാ ശരിയാ. അങ്ങനത്തെ ഊള ഗ്ലാസ്സുകളൊന്നും ഞാൻ വെക്കില്ല. എന്റെ ഡാഡി പണ്ട് UK-ലായ സമയത്ത് എന്റെ പൊന്നു പോലെ എത്ര ഗ്ലാസ്സിലാ നോക്കിയത് അറിയും. ഫസ്റ്റാക്ക് ഒന്നും വന്നാൽ മനസ്സിലാവില്ല. വണ്ടി ഓട്ടി ഡ്രൈവർ. അതെ, ഇവളെ ഗ്ലാസ്സിലാ നോക്കിയത്. ഇവള് നിൽക്കുന്ന സ്ഥലേ 4 ഗ്ലാസ് വെച്ചിട്ട് അങ്ങോട്ട് മൂടി പോപ്പര്, എന്നിട്ട് അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് ഇട്ടതാ അവളെ. അങ്ങനെ നോക്കിയത്.
A few moments later. ഹായ് ഗായ്സ്, നോക്കൂ എന്റെ സ്പെക്സ് നല്ല ചുവപ്പ് കളറാണ്. ഇപ്പൊ എന്നെ കാണാൻ സാൻ ഫ്രാൻസിസ്കോ ഉള്ള പോലെ അല്ലേ ഗൈസ് എന്റേത് നോക്കൂ, നീല. ഞാൻ എന്നും ബ്ലൂവിനോടാ ഗൈസ് എനിക്ക് താല്പര്യം. അതല്ല, ഫുൾ ബ്ലൂ ആ. ഇത് എനിക്ക് ഫസ്റ്റാകെ തന്നിട്ട് പിന്നല്ലേ എന്നെ കാണാൻ നല്ല ലുക്കുള്ളവന് മാറ്റി വാങ്ങിക്ക. ബട്ടർഫ്ലൈ ഐലൻഡിലേക്ക് പോകുക. ആ ഗൈസ് ബട്ടർ ഫ്രൂട്ട് തിന്നാൻ പോവാന്നൊക്കെ ഹിബ പറയുന്നത്. ഗൈസ് അതൊന്നല്ല സംഭവം, നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്കാണ് പോവാൻ പോകുന്നത്. ഓക്കെ പോലെ യെസ്. നോക്ക് കുറെ ആൾക്കാർ സൺബാത്തിന് എടുക്കുന്നത് അവിടെ. സൺബാത്ത്. ചോറ ഗൈസ്, ഇന്ന് ചോറാണ്. ഇന്ന് ചോറും സാമ്പാറാ ചക്കന്മാരെ കളിക്കുന്നത്. വൈബ് ഗോവ എന്നിട്ട് ചോറും സാമ്പാറും വെക്കാം. അടിപൊളി. മോനെ നോട്ടത്ര ശരിയില്ല. മോനെ ആൾ ടെററാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. വെറുതെ അടി വാങ്ങണ്ട ഹിവ. ഇനിയിപ്പോ ചെറിയ ചെക്കന്മാരും കൂടി നമ്മൾ അടിയാനേ ഉള്ളൂ, മനസ്സിലായോ? ആ ഫസിയാക്ക് കിട്ടാനാണ്. ഗൈസ് ഇതുപോലത്തെ ബോട്ടിലാട്ടോ നമ്മൾ പോവാൻ പോണേ. ഇപ്പൊ കയാക്കിങ്ങിന് പോയാലോ? എന്നിട്ട് വേണം ബോട്ട് മറിഞ്ഞു വിൽക്കാന്. ഇതാണ് ഇത്. ഇതിനുള്ളിൽ നല്ല രസമാണ്. നമുക്ക് രണ്ടൊക്കെ ഒപ്പരം പോവാം. ഒപ്പനാണെങ്കിൽ കുഴപ്പമില്ല, ഇനി ഒറ്റക്കാ വിടണ ഞാൻ. ഒറ്റക്ക് വേണമെങ്കിൽ ഈ ഒറ്റക്ക് പോയിക്കോ, എനിക്ക് സീനൊന്നുമില്ലേ. പൈസ കൂടൂലേ? ഷെയറിംഗ് മേ പൈസ കം ഹോ ജായേഗാ. ഒന്നും പ്രശ്നമില്ല. ചെറിയ തിര അടിക്കൂ. ഈ വീണാലും സീനൊന്നുമില്ല. വേണമെങ്കിൽ ഒറ്റക്ക് പോയിക്കോ. അങ്ങനെ ഞാൻ ഒറ്റക്ക് പോകുന്നില്ല കേട്ടോ. ആ തിരുമാല വെച്ചിട്ട് പിടിക്കും. ഗൈസ് അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. അതൊന്നും നമ്മളെ ബോട്ടിന്റെ കാഴ്ചകൾ. നമ്മളാണ് ഏറ്റവും മുന്നിലല്ലേ ഹിവ? ഓ ജാങ്കോ. ജാങ്കോ ആണ് നമ്മളെ കൂടെ ഉള്ളത്. ഗൈസ് അങ്ങനെ ഇരുന്ന് ഫുള്ള് സെറ്റായി. നമുക്കിതാ ആ കാണുന്ന സ്ഥലത്തേക്കാണ് തോന്നുന്നു പോവേണ്ടത് അല്ലേ? ഞാൻ പോവല്ലേ? തിരമാലകൾ എന്റെ മുന്നിലുണ്ട്, പക്ഷെ തിരമാലകൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ബോട്ടിലല്ലേ. കോമഡിയാ. ഗൈസ് ഏത് വൈബാ ഗൈസ് ഇവിടെ നിന്ന് ബോട്ടിൽ പോകുമ്പോ അല്ലേ ഹിബ? എനിക്ക് എല്ലാം ഒരു ചുവപ്പ് കളറിലാണ് കാണുന്നത്. ഈ കളർ ചുവപ്പ് കളറാണ്. കൂളിംഗ് ഗ്ലാസ് മാറ്റി. ഓ ഇപ്പൊ നല്ല കളറായി. നമ്മള് പോണ വഴിക്ക് ഡോൾഫിനൊക്കെ കാണുന്നാ പറഞ്ഞത്. ഡോൾഫിൻ ചാണ്ട്. ഞാൻ ഒന്ന് ബങ്കു അനക്കെ പിടിച്ചോണ്ടിട്ടുണ്ട്. നമ്മളെ അക്കോലത്തിലിടാം. ഓക്കെ അതിന് കുറച്ച് നേരത്തെ എണീറ്റിട്ട് നോക്കണ ആൾക്കാർ. അത് 10 മണിക്കൊക്കെ ഫസ്റ്റ് എന്താ ആസ്വദിക്കാൻ. 10 മണിക്ക് എന്താ പ്രകൃതി എന്താ ചായ അടിക്കാൻ. ഓ കാലൊക്കെ നീട്ടി വെച്ചാണ്. വീട്ടിലെ സ്ഥലം. റോക്കാണ് ടോർട്ടോയ്സ് റോക്ക്. ഹിവ ആമനെ പോലെ ഉണ്ട്. ആമന്റെ പോലെ ഉണ്ടല്ലേ? നോക്കിയാ ഇതാണ് ടോർട്ടോയ്സ് റോക്ക് കേട്ടോ. ഒരു ആമന്റെ ലുക്ക് ഉണ്ടായിരുന്നു കാണാന്. പൊളി. ഇവര് ചെറിയ ഉഡായിപ്പാട്ടോ. ഇവർ അവിടെ ഇവിടെ നിർത്തുന്നില്ല. ഫസ്റ്റ് നമ്മളെ കയറ്റുമ്പോൾ പറയും 3 സ്റ്റോപ്പ് ഉണ്ട്. ഇവിടത്തെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ചുറ്റി കാണിച്ചിട്ട് നല്ല ഉഡായിപ്പന്മാരാട്ടോ ഹിവ. നല്ല ഉഡായിപ്പ് സ്ഥലത്ത് നമ്മള് കയറിയത്. ഡോൾഫിൻ എവിടെ കഴിച്ചു? ഡോൾഫിനാണ് എനിക്ക് കാണേണ്ടത്, കാര്യമായിട്ട് കാണേണ്ടത് അല്ലേ ഹിബ? ഡോൾഫിൻ എവിടെ? ഈ ചോദിക്കേ ഡോൾഫിൻ കഹായോ ചോദിക്കേ. എന്താ ഇവിടെ ഒരു ഡോൾഫിനും ഇല്ല, മണ്ണം കെട്ടിയില്ല. തെലുഗു കേരള ിലേക്ക് എത്തി. എന്താ എത്തി ഇവിടെ ഈ സൈഡാ? എന്റെ മോനെ ഇവ
ഒരു പോയി. അടിപൊളിയാണല്ലോ. അതിന്റെ മേലോട്ട് ഹിബ ആൾക്കാർ കേറുന്നു. പൊളിയാണല്ലോ ഹിബാലെ. ഗൈസ് അപ്പൊ നമ്മൾ ഈ വലിയ പാറക്കെട്ടിന്റെ മേലോട്ട് കേറാൻ പോവാ. ഹിബ വാ കേറ്. കേട്ടോ കേട്ടോ. എങ്ങനെയുണ്ട്? സന്തോഷായോ? യെസ്, പറയാതിരിക്കാൻ വയ്യ. എന്താ വെച്ചാൽ ഒരു മാൽദീവ്സിന്റെ ഒക്കെ ഒരു വേർഷൻ ആണ് ഇവിടെ. അതൊക്കെ കളറൊക്കെ നോക്ക്. മാൽദീവ്സ് നീല, അവിടെ പച്ചാന്ന്. ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ വലിയ പാറന്റെ മേലെ കേറിയിരിക്കല്ലേ ഹിബ. സെറ്റ് വൈവാ ഗൈസ്. നോക്കിയാ ഗൈസ് ആഴം നോക്ക്. ഇവിടെ കൊറേ ആൾക്കാർ ഈ പാർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ അതെ അതെ. ക്യൂ പക്ഷെ നമ്മളിങ്ങ ഇവിടെ നിന്ന് എണീച്ചെടുക്കാൻ തീരുമാനിച്ചില്ല. ഈ ബോട്ട് എടുക്കുമ്പോൾ അവിടെ നിന്ന് എണീക്കുള്ളൂ അല്ലേ ഹിബ. മാൽഡീവ്സിലായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും മാൽഡീവ്സിലേക്ക് നമുക്ക് ഏതായാലും പോയാൽ ഭയങ്കര ചെലവാ. എന്നാ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ട് ഒന്ന് രസിക്കാലോ. അല്ല മാൽഡീവ്സിൽ എന്തായാലും പോണം. അത് വേറെ തന്നെയാണ്. കുറച്ചു കാലം ഇവിടെ ഇങ്ങനെ ഇരിക്കാനാ തോന്നുന്നത് അല്ലേ ഹിബ. വീട്ടിലേക്ക് പോവാണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ടെന്റ് അടിച്ച് ഇരുന്നാലോ. ഇത് നമുക്ക് അങ്ങോട്ട് വാങ്ങിയാലോ? ഇത് അങ്ങനെ വാങ്ങാൻ പറ്റൂലല്ലോ, ഇത് ഗവൺമെന്റിന്റെ അല്ലേ. അപ്പൊ ഇതാണ് ബട്ടർഫ്ലൈ ബീച്ച്. ഇതിന് രണ്ട് സൈഡിലും മറ്റേ ബട്ടർഫ്ലൈ പോലാന്നാ പറയുന്ന ഹിബ അല്ലേ. എന്തായാലും പൊളിച്ചില്ലേ ഇങ്ങനെ ഇരിക്കാന്. ഭയങ്കര വെയിലാ ഗൈസ്, അതാ സീന്. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലേനു ഹിബ. തണുപ്പാക്കിയാലോ? എന്ത് നമുക്ക് ഹിമാലയിൽ നിന്ന് കുറച്ച് മഞ്ഞുരുക്കി കൊണ്ടുവന്നാലോ? അത് വേണ്ട, അതിന് ഹിമാലയം വരെ പോണ്ടേ. അപ്പൊ എനിക്ക് കുറച്ചുകൂടി പൈസ ചെലവാകും. നമുക്ക് ഹിമാലയം ചുളിവിൽ കാണും ചെയ്യാം. അത് വേണ്ട. ഓക്കെ, ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി. മെന്റാലിറ്റി അല്ല മെന്റാലിറ്റി. ഇപ്പൊ എന്നെ കാണാൻ ആരെ പോലെ ഉണ്ട്? ഹിബ മെഹബൂബിന്റെ പോലെ ഉണ്ട്. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ അയ്യോ അയ്യോ. എന്തേലും മറ്റേ എന്നൊക്കെ ഉള്ള സാധനം ഒച്ച ഉണ്ടാക്കണ്ട. ഹിബ നിക്കുന്ന നോക്കിയാ ആ തുഞ്ചത്ത് പോയിട്ട് വാ. മതി, ഇങ്ങോട്ട് വാ. പോര് 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 പോവാ. വാ പോവാ പോവാ പോവാ. വാ 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 വാ. മതി ഗൈസ്, ഇനി ഇവിടെ നിർത്തിയ സീനാ. വാ പോര് പോര്. ആ വാ, ഞാൻ പോവാ. നീ വന്നോ. ഈ ദുർഘടമായ മുള്ളുകൾ നിറഞ്ഞ പാതയിലൂടെ ഞാൻ ഇറങ്ങുകയാണ് അല്ലേ ഹിബ. അതെ അതെ. ഇവിടെ ഭയങ്കരമായിട്ടുള്ള കുയ്യാണ് ഗൈസ്. കുജ്ജ് ഓവൻ കുജ്ജുണ്ട് ഇവിടെ. വാ അയില അയില ഗൈസ്. പൊളി പൊളി. നമ്മളെ ബയ്യ വിളിക്കുന്നുണ്ട് ബോട്ടുള്ള ഒരു പട്ടിയാ ഗൈസ്. സത്യം പറഞ്ഞ ചെറ്റ. 3 സ്ഥലത്ത് നിർത്താറുണ്ട്, ഒരു സ്ഥലത്താണ് നിർത്തി തന്നെ. പറയുമ്പോ തൊള്ളവർത്താനം ഭയങ്കര വലിയ, പൈസ വാങ്ങുമ്പോഴും ഭയങ്കര. നമ്മളുള്ള പണി അവിടെ തുപ്പി കൊടുക്കാം ബോട്ടില്. കാളപ്പട്ടി. ഓക്കെ പോവാ. ഇല്ല എന്ത് ഈ പയ്യ ഇവിടെ എന്നിട്ട് ഒരു ഫോട്ടോ തന്നാ ആകലാക്കി. അയ്യോ ബോട്ട് കൊളിഷൻ കൊളിഷൻ ഗൈസ്. ഇപ്പൊ തന്നെ ബോട്ട് ഇടിച്ചാന്. നമ്മളെ സങ്കോചിതമായ ഇടപെടൽ മൂലം ഒരു അപകടം ഒഴിവായി അല്ലേ ഹിബ. അതെ അതെ ഗൈസ്, ഇതാണ് മങ്കി ഐലൻഡ്. മങ്കി ഐലൻഡ് ഗൈസ്. നമ്മൾ ബോട്ടിന് ഏറ്റവും മുന്നിലാണ് ഇപ്പൊ ഉള്ളത് അല്ലേ ഹിബ. നമ്മളാണ് ബോട്ട് ഓടുന്നത്. നോക്കൂ. അപ്പൊ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ? ഇറങ്ങാം. അപ്പൊ നമ്മളെ ബോട്ട് റൈഡോട് അവസാനിക്കുകയാണ്. നമുക്ക് ഇറങ്ങി. ഗൈസ് അങ്ങനെ നമ്മള് പല ഐലൻഡിലും പല ബീച്ചുകളിലും ബോട്ട് റൈഡ് കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് ഗൈസ്. ഇനി കിടന്നുറങ്ങാൻ പോവാ. ഇന്ന് ഒരു പരിപാടിയില്ല, തീരെ വെയ്യാണ്ടായി പോയില്ല ഹിബ. ഉറക്കം വരുന്നുണ്ട്. അതിനെ കൊണ്ട് ഹിബ മേക്കപ്പ് ഒക്കെ ഇട്ട് ഉറങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ ഹിബ.
ഓവറാക്കണ്ട. അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കാം. നമ്മൾ മറ്റൊരു വീഡിയോ തിരിച്ചു വരുന്നതായിരിക്കും.